ചേട്ടൻ വേറെ കുറെ ജോലികളൊക്കെ ചെയ്ത് കുറെ കഷ്ടപ്പെട്ട്. അയ്യോ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. മെക്കാട് പണിക്ക് പോയിട്ടുണ്ട്, പിന്നെ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയിട്ടുണ്ട്, പിന്നെ വെൽഡിങ് പണി, പിന്നെ ചുമട്, തയ്യൽ, എല്ലാവരും ഉണ്ട്. നമ്മൾ പഠിച്ച് വലിയൊരാളാകാനായിരുന്നു എനിക്ക് ആഗ്രഹം. എൻ്റെ ഡോക്ടറോ കളക്ടറോ അങ്ങനെയൊക്കെ ആകാനായിരുന്നു. പക്ഷേ അന്നേരം ഈ പ്രോഗ്രാമൊക്കെ ആയിരിക്കും. ഇവളും അങ്ങനായിരുന്നു. IPS ആകുമ്പോൾ എന്തെങ്കിലും വലുത് അന്നേരം ഓർത്ത അവിടെ നേരെ കടമുറി ഒഴിഞ്ഞ് കിടക്കില്ല. സാഹചര്യം നമ്മളെല്ലാം നോക്കണ്ടേ. ഞാനും MS പഠിച്ചല്ല പോയത്, പഠിച്ചില്ലല്ലോ. ഫോണ് മാറി കഴിഞ്ഞപ്പോഴാ പിന്നെ നമ്മുടെ നമ്പറില്ലല്ലോ. കാരണം നേരത്തെ വിളിച്ചോണ്ടിരുന്ന ആളാ. ഹലോ, എവിടെ അറിയാ? ഞാൻ ആരാ? അത് ശരി. നീ അപ്പം നമ്മളങ്ങ് മറന്നല്ലയോ? ശരിയടാ. ഓൺ ഫ്ലോറിലാണെങ്കിലും ക്യാമറ റെക്കോർഡിംഗ് എല്ലാം ലൈവ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ അന്നേരം പിടിച്ച് നിൽക്കാനുള്ളൂ, വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ ഇറങ്ങിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടേ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടോക്കിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത് ഇത് ഐറ്റം വേറെയിലൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റം ഫാമിലിയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ഹരിച്ചേട്ടനും ഹരിച്ചേട്ടൻ്റെ ഫാമിലിയാണ് നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ ഫാമിലി മെമ്പറിനെ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തി. ഇതെൻ്റെ വൈഫ്, പേര് സജിത. പേര് നീ പറയടി. സജിത. ഇതെൻ്റെ മകൻ ജ്യോതിഷ്. അദ്ദേഹം പഠിക്കുന്ന എത്രല്ലാന്ന് അദ്ദേഹം പറയും. പ്ലസ് ടു. പിന്നെ മകളുണ്ട്. മകള് പിന്നെ ഇപ്പം നമ്മളെ BSc MIT പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട്. പോയിട്ട് ഇപ്പം 2 ആഴ്ചയായില്ലേ? 2 ആഴ്ചയാകും. ഇപ്പം ഇതിലോട്ട് വന്ന് നിങ്ങളൊരു കുറച്ച് വൈറൽ കണ്ടന്റും സംഭവങ്ങളും ഒക്കെ ആയി. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു റെസ്പോൺസ് എങ്ങനെയാണ്? റെസ്പോൺസ് ഞാൻ പണ്ടും ഇപ്പോഴും ഒരുപോലെ തന്നെ. നാട്ടിലെ നമ്മളോട് നല്ല സ്നേഹമാണ്. അത് ഇപ്പോൾ ഇച്ചിരി നമ്മളോട് കൂടി. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഞാനും ചേട്ടനും എല്ലാം ഒരു നാട്ടുകാരനാണ്. അപ്പം നമുക്ക് പത്തനംതിട്ട എന്ന് പറയുമ്പോൾ തന്നെ അധികം വേറൊന്നും ശ്രദ്ധിക്കാനില്ലാത്തൊരു നാടായിട്ട് നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ഒരു നാട്ടുകാരാണ് പത്തനംതിട്ട. അപ്പൊ അവിടുന്ന് ഇപ്പൊ ഞങ്ങൾക്കൊരു മുത്തിനെ പോലാണ് ചേട്ടനെ കിട്ടിയേക്കുന്നത്. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഇപ്പൊ നാട് ഇപ്പൊ ഇവിടുന്നൊക്കെ അംഗീകാരങ്ങളും സംഭവങ്ങളും ഒക്കെ കിട്ടി തുടങ്ങിയിരുന്നു. നാട്ടിൽ നിന്നൊക്കെ കിട്ടി. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ചുറ്റുപാടത്ത് ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്ന്, അതുപോലെ ചർച്ചുകളിൽ, ക്ലബ്ബുകളിൽ, അതുപോലെ ഒരുപാട് ആദരവുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളെ അത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ചേട്ടന് ഈ ഒരു ഫെയിം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെയാ ഒരു നാട്ടിൽ നിന്നുള്ളൊരു ഇത് വരുന്നത്? നാട്ടിന്നോ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഒത്തിരി മാറി. കാരണം എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇവിടെ ആയാലും ബന്ധുക്കളായാലും നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ പോലും ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും എന്നെയാണെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റും. സ്കൂളിലൊക്കെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. സ്കൂളിലോട്ട് പോകാറുണ്ടോ? സ്കൂളിൽ പോകും. പിള്ളേരുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ വൈഫ് പോകും. സ്കൂളിൽ ചെന്നാൽ കുട്ടികൾ നമ്മളെ കാണും, പെട്ടെന്ന് തിരിച്ചറിയും. ടീച്ചർമാരായാലും എല്ലാവർക്കും നല്ല കാര്യവും സ്നേഹവും. അത് നാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകും. ഇനിയിപ്പം നിങ്ങളൊരു 3 പേര്, നിങ്ങളിപ്പം രാജേഷ് കൊട്ടാരത്തിലെ ചേട്ടന്, സുജിത് ചേട്ടന്, ചേട്ടൻ, നിങ്ങൾ 3 പേരുടെ ഒരു സൗഹൃദം എങ്ങനെ തുടങ്ങണം? സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാനും സുജിത്തും കൂടെയാണ് ആദ്യത്തെ നമ്മുടെ ഒരു കൂട്ടുകെട്ട്. കാരണം സുജിത്ത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞതാണ്, സംഗീതം പഠിച്ചതാണ്. അപ്പോൾ ഞാൻ കുറേ ഇൻസ്ട്രുമെൻറ്റ് വായിക്കും, അത് പഠിക്കാതെ വായിക്കുന്നത്. എന്തുവാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു കഴിവ്. അപ്പം ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പ്രോഗ്രാമിന് പോകും. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം പോകുന്ന സ്ഥലത്തും ചെല്ലുന്ന സ്ഥലത്തൊക്കെ വെച്ച് ഇതുപോലെ ഓരോ തമാശകൾ പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. അപ്പം അതൊന്നും എന്ത് സംഗീത ഉപകരണമായിരുന്നു? അപ്പം അല്ല, ചിലപ്പോൾ കീബോർഡ് ചെറുതായിട്ട് കൈകാര്യം, ചിലപ്പോൾ കീബോർഡിന് വിളിക്കും, ചിലപ്പോൾ ഹാർമോണി ആയിരിക്കും, ചിലപ്പോൾ തബലയായിരിക്കും, ചിലപ്പോൾ മൃദംഗം, തകില്, എല്ലാ ദിവസവും ശകലം വായിക്കും. ഇതെല്ലാം നമ്മൾ പഠിക്കാണ്ട് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്നോട് ഇതിൻ്റെ അടിസ്ഥാനം ചോദിച്ചാൽ എനിക്കറിയത്തില്ല, മേപ്പെട്ട് നോക്കേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തമാശകൾ പറഞ്ഞപ്പോൾ ഇതുപോലെ ഓരോ ചാനലിൽ ഇങ്ങനെ കോമഡി ഷോ നടക്കുകയല്ലേ അന്ന്. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം, എനിക്കൊരാഗ്രഹം തോന്നി ആദ്യം, അമ്മക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലും. ഞങ്ങളിങ്ങനെ ആളെ തപ്പിയപ്പോഴാണ്
വൈബ് പറഞ്ഞു ഇന്നലെ സുജിത്തിന്റെ കുറെ അന്ന് ടിക്ടോക്ക് ഉണ്ടല്ലോ, ടിക്ടോക്ക് ഈ സംഭവം എന്നെ അടുത്ത് കാണിച്ചു. ഇവൻ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ കാണുമായിരുന്നു. കാണുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ചിരിച്ചു. അവിടെ ഞാനത് ഇവനിങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഉടനെ ഞാൻ ഇവിടുന്ന് ഒരു ദിവസം രാവിലെ പോയി ചെന്ന് ഇവനെ കണ്ടു, കാര്യം പറഞ്ഞാൽ ഇന്ന പോലെ. അപ്പോൾ ഓക്കെ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരു സ്കിറ്റ് ഉണ്ടാക്കാൻ രണ്ടാഴ്ചയോളം എടുത്തു. ഒരു സ്കിറ്റ്, പക്ഷെ സെറ്റ് സാധനമായിരുന്നു. നിങ്ങൾ ഈ ഒരു ഇത് വന്നതിന് ശേഷം ഈ ഒരു സ്കിറ്റ് പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടി ഓഡീഷന് പോകാനോ? ഓഡീഷന് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാം റെഡിയായി. സ്കിറ്റ് ആദ്യം വേണമല്ലോ. സ്കിറ്റ് ഞങ്ങൾ രണ്ടോടെ മെനക്കെട്ട് സുജിത്ത് ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ്. അപ്പം സുജിത്ത് ആ വഴിക്ക് പണി, ഞാൻ എൻ്റെ നാട്ടിലും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വർക്ക് കഴിയുമ്പോൾ രാത്രി പണി കഴിഞ്ഞ് ഇവിടെ വരും. ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കൗണ്ടർ എഴുതുക. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സാധനമാക്കി. ഇതുകൊണ്ടൊന്നും അവതരിപ്പിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് അപ്പം ഒരു ചാനലിൽ പോയി, അതിൻ്റെ ഓഡിഷൻ പങ്കെടുത്തു. വിറച്ച് വശക്കേട് വന്നു പോയി. വിറക്കില്ല, നമ്മളങ്ങ് തുള്ളുക. നമ്മൾ വെളിയിരിക്കും. അപ്പോൾ അടുത്ത നിങ്ങൾ കയറി വരാൻ പറയുമ്പോഴത്തേന് ഞാനും സുഹൃത്തും കൂടെ കയറി ചെന്ന് വിറച്ചത് ചെയ്തു. അവർക്ക് അതിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട് കുളിച്ച് ഞങ്ങൾ ഇറങ്ങി വരിക. ഒന്ന് സന്തോഷമായി. അങ്ങനെ അവിടെ 2 സ്കിറ്റ് ഞങ്ങൾ കളിച്ചു ആ ചാനൽ. അത് കളിച്ചിങ്ങനെ അന്ന് പിന്നെ കൊറോണ, പിന്നെ ഞങ്ങൾ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് മഴവിൽ മനോരമ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചാനൽ വന്നത് അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ്. അതിനകത്ത് പോയി. അത് അവിടെ 2 പേരാണ്, ഞാനും സുഹൃത്തും കൂടെ. ഞങ്ങൾ അവിടെയും പോയി. അവിടെ ഈ ഓഡീഷന് പോയി, പാസ്സായി. അവിടെ ഒരു 8 സ്കിറ്റ് കളിച്ചു. 8 കളിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അതും കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് ഫ്ലവേഴ്സിൽ ഇങ്ങനെ ഒരു സംഭവം. ഫ്ലവേഴ്സിൽ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അതോടെ നോക്കാം. ഫ്ലവേഴ്സ് ഞങ്ങൾ വിളിച്ചു. അവർ പറഞ്ഞ് പിന്നെ സംഭവമുണ്ട്, പക്ഷെ അത് 3 പേര് വേണം. നിങ്ങളിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് വലിയ ആർട്ടിസ്റ്റുകളായിട്ട് യാതൊരു ബന്ധവുമില്ല, നമുക്ക് ആരെയും അറിയത്തില്ല ഈ ഫീൽഡ് അല്ലാത്തത് കൊണ്ട്. അപ്പം അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ 2 കൂടെ പോയി ഓഡീഷൻ പോയി. ഏതായാലും നിങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പിന്നെ അവർ പറഞ്ഞു ഓക്കെ, ഒരാൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത ഒരാളെ കണ്ടുപിടിക്കും. അങ്ങനെ ഇതിങ്ങനെ ആരെ തപ്പും, നമ്മുടെ ശൈലി ആ റൂട്ടിൽ കൂടെ വരുന്ന ഒരാൾ വേണമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാജേഷ് കൊട്ടാരത്തിൽ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിച്ച് പറഞ്ഞ് അളിയാ ഞാൻ വരാം, നമുക്ക് നോക്കാം. നേരത്തെ പരിചയമുണ്ടോ? നേരത്തെ മഴവിൽ അഞ്ചൽ മധുവിൻ്റെ കൂടെ രാജേഷ് സ്കിറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അത് ഇപ്പം പോയില്ല, പിന്നെ പോകാതെ വന്നു. അതെന്താന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ രാജേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കൂട്ടുകെട്ട്. ഞങ്ങൾ 3 പേരും കൂടെ കൂടി ഫസ്റ്റിലെ ഫ്ലവേഴ്സിൽ പോയി ഒരു സ്കിറ്റ് ചെയ്തു. അത് സുജിത്ത് ഒരു അമ്മൂമ്മയുടെ ഒരു വേഷം. പിന്നെ അന്ന് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളെ അവിടെ ഓഡീഷൻ ചെയ്തപ്പോഴേ എറണാകുളത്ത് മെർമടി വെച്ചായിരുന്നു. ഞങ്ങളിവിടെ ഒരു സ്കിറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കളിച്ചപ്പോൾ അത് പോരാ. അത് നമ്മൾ ചെയ്യുന്ന കുഴപ്പമില്ല, ആ കണ്ടന്റ് പോരാ. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റത്തേക്ക് ഒരു 2 മിനിറ്റത്തേക്കുള്ള ഒരു സാധനം പെട്ടെന്ന് 3 പേരും കൊണ്ടൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സമയം 5:45 6 മണി വരെ ഉള്ളൂ ഓഡീഷൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ താഴെ വന്നിരുന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം ഞങ്ങൾ സെറ്റ് ചെയ്ത് തിരിച്ച് കയറിച്ചപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയില്ല. അവിടെ മറ്റേ ഓഡീഷന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചിങ്ങനെ വയറ്റിലെ സ്റ്റാൻഡിൽ വന്ന് വീട്ടിൽ വരാനായിട്ട് നിൽക്കുക. നിന്നപ്പോൾ അവിടുന്ന് കോൾ വന്നു, നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പോകുന്നു, അവിടെ ആരെയും കണ്ടില്ല. നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് പോയേ? ഞങ്ങളല്ലേ നിങ്ങളെ അങ്ങോട്ട് വിട്ടത്, പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ ചെന്നു, മെർമടി ചെന്നു, ചെയ്തഴിച്ച് പറഞ്ഞു ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ സ്റ്റാൻഡ് പിന്നെ നേരെ അവർ പറഞ്ഞ ഡേറ്റ് റൂമിൽ വന്ന് സംഗതി ചെയ്തു. പിന്നെ നമുക്ക് ഏറ്റവും അതിനകത്തൊരു സപ്പോർട്ട് പറഞ്ഞാൽ ഡയറക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം നമ്മുടെ ആദ്യത്തെ ഞങ്ങൾ 3 കൂടെ അങ്ങനെ ചെയ്തിട്ടില്ല സ്കിറ്റൊന്നും. ഞങ്ങൾ 2 ഓക്കെ, രാജേഷൂടെ കൂടി 3 പേരായില്ലേ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം എങ്ങനെ ഇത് മുമ്പോട്ട് പോകും ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞു ഞങ്ങളോട് വഴക്കല്ല, അടിയിട്ടില്ലെന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പേടിച്ച് വിറച്ച് ആദ്യത്തെ ഒരു സ്കിറ്റ് ചെയ്തു.
എന്നിട്ട് നിങ്ങൾ ആ ഒരു 2 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ വന്ന സ്കിറ്റ് എന്നിട്ട് അതിനുശേഷം അതല്ല, അത് നമ്മൾ അന്നേരം എന്തൊരു സാധനം അവർക്ക് ഇഷ്ടപ്പെടുത്ത രീതിയിൽ ഒരു സാധനം അല്ല അത് പിന്നീട് ചെയ്ത് കാണിക്കണോ എന്നോ അതോ തിരിച്ചു വിളിച്ചപ്പോൾ തിരിച്ച് വിളിച്ച് പിന്നെ വേറെ സ്കിറ്റ് കളിക്കും. പിന്നെ അപ്പം നമുക്കൊരു ധൈര്യമില്ല, പിന്നെ നമ്മൾ വേറെ നല്ലൊരു സാധനം സെറ്റ് ചെയ്യാനുള്ള അവിടെ സമയം കിട്ടിയില്ല മറ്റേ സെറ്റ് ചെയ്യാനെ കൊണ്ട്. നേരത്തെ മുൻകൂർ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് പോയ സാധനം വേണ്ട. ഇതിൽ നിന്ന് ഒരു എത്രാമത്തെ ഒരു കണ്ടന്റിലോട്ട് വന്നപ്പോഴായിരുന്നു വൈറലായി തുടങ്ങിയത്? സ്കൂളിന് മുമ്പൊരു രാജാവിൻ്റെ ഒരു സ്കിറ്റ് കളി, ഒരു തട്ടുകട. ബാലെ പൊളിഞ്ഞു, രാജാവ് ഓടി വന്നിട്ട് തട്ടുകട വന്ന് കയറി ഒരു സംഭവം ചെയ്തായിരുന്നു. അത് കയറി അവിടെ മുതൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 5 സ്കൂളിലെങ്ങാണ്ട് കളിച്ചു, ക്ലാസ് റൂം 5 ഹിറ്റായിരുന്നു. ഒരെണ്ണം നല്ലതായിട്ട് കയറി 13 മില്യൺ അങ്ങണ്ടായി. ഇപ്പം യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്കൂളിൽ സത്യം പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഷോർട്സ് കണ്ട്, ഒരു റീല് കണ്ട്, അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നേരെ യൂട്യൂബിൽ പോയി. പിന്നെ കണ്ടിറങ്ങുന്നത് നിങ്ങളുടെ ഈ സീരീസ് ഫുള്ള് കണ്ടിട്ടാണ്. ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ അത് ഞാൻ എപ്പോഴാ രാവിലെ ജോലിക്ക് പോകാൻ നിൽക്കുന്ന ടൈമിൽ ഒരുങ്ങണ ടൈമിലാ കണ്ടു. ജസ്റ്റ് അന്നേരം ഒരു സാധനം കണ്ടു, അന്നേരം പിന്നെ കണ്ടില്ലേ, പിന്നെ സേവ് ചെയ്തതെന്ന് നമ്മൾ പിന്നെ നോക്കൂല. അപ്പൊ പിന്നെ അന്നേരം എടുത്ത് കാണാമെന്ന് വെച്ച് കണ്ടു തുടങ്ങിയതാ. പിന്നെ ഈ സീരീസ് ഫുള്ള് ഇപ്പോഴാണെങ്കിലും വരുന്ന എല്ലാ സാധനവും അപ്പം കാണാറുണ്ട്. ഇപ്പൊ ഇതേ കണക്കിന് എന്റെ അച്ഛനും ഇപ്പൊ നിങ്ങളുടെ ഒരു സ്കിറ്റിന്റെ അച്ഛനെ അത്യാവശ്യം തിരക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഒരു ശുദ്ധഹാസ്യം എന്നൊക്കെ പറയുന്നത് ഡബിൾ മീനിങ് സംഭവങ്ങളും ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു വെറൈറ്റി പിടിക്കാൻ ഞങ്ങൾ 3 പേരെ തീരുമാനിച്ചു. അത് നമ്മൾ കുഞ്ഞുങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണണം. അതെ, അച്ഛനും അമ്മയും മക്കളും കൂടെ ഇരുന്ന് നമ്മുടെ കോമഡി കാണണം. ആ ഒരു സംഭവം ഞങ്ങൾ സെലക്ട് ചെയ്ത് അതിപ്പോ വിജയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നമ്മുടെ നമ്മളെ കാണുമ്പോൾ പ്രായഭേദമില്ല, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആൾക്കാർ, പ്രായമുള്ളവർ വരെ നമ്മളെ കാണുമ്പോൾ കൈ കാണിക്കും, വിളിക്കും, വന്ന് കെട്ടിപ്പിടിക്കുകയും എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ, ചെറുപ്പക്കാർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അഥവാ വൾഗറായിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നിയാൽ നമ്മളത് മാറ്റും. ഇതിനുള്ള ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുത്തും പരിപാടിയൊക്കെ എവിടെ ഇരുന്നിട്ടാ? അത് ഞങ്ങൾ 3 കൂടെ ഫോണിൽ കൂടെ ഒരു കണ്ടന്റ് ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ ഇപ്പം എൻ്റെ മനസ്സിലൊരു കണ്ടന്റ് ഉണ്ട്. അപ്പം ഞാൻ രാഷ്ട്രീയ ഇന്ന സാധനം കൊള്ളാവോ, അല്ല ചോദ്യം വേണ്ട, ഇന്ന സംഭവങ്ങളുണ്ട്, ശരി അത് നമുക്ക് പിടിക്കാം, അല്ല അവന്മാർ ഇങ്ങോട്ട് പറയുന്നത്. അപ്പം അതുപോലെ ഞങ്ങൾ ഇന്ന സാധനം ഇപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതുപോലെ അമ്മമാർ പറയാം അളി അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. അതിനകത്ത് പിന്നീട് ചർച്ചയില്ല. സാധനം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മൾ കൗണ്ടർ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ, പിന്നെ കൗണ്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇതിനെ മാത്രം ഈ നമ്മളൊരു വാക്ക് വിട്ടു പോകുന്നതിൻ്റെ പിടിച്ചായിരിക്കും അടുത്തത് കയറുന്നത്. അടുത്ത കയറുന്നത് ഒരു കണക്ഷൻ വേണമല്ലോ. ഇതിന് മാത്രം ഈ നർമ്മങ്ങളൊക്കെ എവിടുന്നാണ്? അയ്യോ, തല പുകഞ്ഞ് വയ്യ, ടെൻഷന്. കാരണം ഇത് ആദ്യം പറഞ്ഞിട്ടില്ലാത്ത കൗണ്ടർ വേണമല്ലോ. അതെ അതെ, ഇതുവരെ അങ്ങനെയില്ല. കാരണം ഇന്നിപ്പോ പിടിച്ചിരിക്കാനായിട്ട് ഏറ്റവും പാട് ഹാസ്യമാണ്. കാരണം എല്ലാരും പണ്ട് തൊട്ടേ ഇപ്പൊ കോമഡി സ്റ്റാർ ആയിക്കോട്ടെ, ഒരു ചിരി ആയിക്കോട്ടെ, പല പരിപാടികളും നമ്മൾ കണ്ടു വന്ന് പിന്നെ ഇതിപ്പോ ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പൊ ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കാന്നുള്ളത് പാടാം, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു സ്ലാങ്ങും പത്തനംതിട്ട ഇപ്പൊ പത്തനംതിട്ട ഒരു രീതിക്ക് കുറച്ചുകൂടെ അറിയപ്പെടുന്നത് ടീം പത്തനംതിട്ട. എവിടെ ചെന്നാലും ഞങ്ങള് കോതമംഗലം, പിന്നെ ഒരുപാട് സ്ഥലത്ത്, ദൂരെ കണ്ണൂരോ മാങ്ങി ഇവിടെ എല്ലാം പോയി. അപ്പൊ പ്രത്യേകിച്ച് അവര് പത്തനംതിട്ട, അപ്പൊ എന്നെ കാണുമ്പോൾ ഉദിമൂടെന്ന് വിളിക്കും. ഉദിമൂടെന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല എവിടാന്നൊന്നും. അപ്പൊ അവരിങ്ങോട്ട് ഉദിമൂട് എവിടാണ്? പത്തനംതിട്ട. നമ്മൾ അപ്പം പറയാം പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലം, അതാണ് ഉദിമൂട്. ഈ പേരിടാനായിട്ടുള്ള കാരണം എങ്ങനെയാണ്? ഈ ടീം പത്തനംതിട്ട എന്നുള്ളൊരു 3 പേരും പത്തനംതിട്ട തന്നെയാണോ? പത്തനംതിട്ട ജില്ലക്കാരെ ഞങ്ങൾ 3 പേര്. പല സ്ഥലത്താണ് ഞങ്ങൾ. സുജിത്ത് താമസിക്കുന്ന കോന്നിപ്പൂങ്കാവ്, രാജേഷ് അടൂര്, ഞാൻ ഇവിടെ ഉദിമൂട്. അപ്പൊ അതുകൊണ്ട് പത്തനംതിട്ട ടീമൊന്നും ഞങ്ങളിട്ടല്ല, അവിടെ ചാനലിൽ നിന്ന് അവര് പറഞ്ഞ് വിളിച്ചതാ, അതങ്ങ് പോയി. ഇല്ല നമ്മളങ്ങനെ ഞങ്ങളുടെ പത്തനംതിട്ട ടീം അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇടത്തില്ല. അതൊരു ശരിയല്ലല്ലോ, നമ്മളെ ചെയ്യത്തില്ല. എന്തായാലും അത് നല്ല കാര്യമായി. ഇപ്പൊ നമുക്ക്
നമ്മുടെ നാട്ടിനെ കുറിച്ച് പറയാനായിട്ട് ഒരു പുതിയ കാര്യം കൂടെ ആയി. തീർച്ചയായിട്ടും. ഇനി വനജ ടീച്ചർ സ്കിറ്റ്, ആ. ആ ഒരു സ്കിറ്റിന്റെ ഒക്കെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു വനജ ടീച്ചർ? വനജ ടീച്ചർ ഇതിനകത്ത് എങ്ങനെയാ വന്നതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂം കളിക്കുമ്പോൾ പണ്ട് മുതലേ കോമഡി ആർട്ടിസ്റ്റുകൾ, പ്രൊഫഷണൽ ടീമുകൾ ഇങ്ങനെ ക്ലാസ് റൂമുകൾ, സ്കൂളുകളെല്ലാം കളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ കയറണ്ടേ, അതിനെന്തോ ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇതൊരു മാർഗം കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറെ ഫോൺ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. അതുപോലെ ആ ടീച്ചറെ ലൈൻ അടിക്കാൻ ശ്രമിക്കുന്ന ഒരു സാറ്, അത് ഈ പഴി പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ആ ടീച്ചറിന് ഒരു പേരിട പറ്റി. മിക്കവാറും ടീച്ചർമാരുടെ ഒക്കെ പേരാണ് ലളിത, വനജ, ഇങ്ങനെ ഉണ്ടല്ലോ അല്ലേ, അത് അങ്ങനെ. അപ്പം വനജ ടീച്ചർ പിടിച്ചു, അതെല്ലാം ക്ലിക്കായി. അവൻ അതൊരു നമ്മളൊരു 3-4-5 പ്രാവശ്യം കോൾ ചെയ്യത്തക്ക രീതിയിലാക്കി. കയറി അന്ന് അത്ര ചോദ്യങ്ങൾ സെറ്റ് ചെയ്തു, സംശയം വരത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പം വനജ ടീച്ചർ വരണമെങ്കിൽ അതിനൊക്കെ ഒരു ചോദ്യം, സംശയം ചോദിക്കണ്ടേ, അപ്പം അത്ര ചോദ്യം ഉണ്ടാക്കി. അത് ഞങ്ങൾ 3 കൂടെ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല ചിരി വരുന്ന സാധനമാണ് നമ്മൾ ഈ അടുത്ത് സെറ്റ് ചെയ്യും. ശരിക്കുള്ള വനജ ടീച്ചർമാരെങ്കിലും വിളിച്ചാൽ ഇഷ്ടം പോലെ ടീച്ചർമാരെ കണ്ടു, വനജ ടീച്ചർമാരെ. എന്നിട്ട് അവർക്ക് സന്തോഷം കേട്ടോ. അവർ വന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വിളിക്കുന്ന ടീച്ചർ ഞാനാ വനജ ടീച്ചർ. ഓരോ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, സ്കൂളുകളിലും പ്രോഗ്രാം സ്ഥലത്തും എല്ലാം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാ പറഞ്ഞ ടീച്ചർ ഞാനാണ്. അത് സന്തോഷത്തോടാ പറയുന്നത്. അന്നൊക്കെ നമുക്ക് സന്തോഷം. ഞങ്ങൾ പറയുമ്പോ തിരക്ക് ഇപ്പഴാ കണ്ടെന്ന് പറയും. ചേട്ടനെങ്ങനെ വനജ ടീച്ചർ ആരാധികമാരൊക്കെ കൂടുന്നുണ്ടോ? ഇഷ്ടംപോലെ ആരാധികമാര് കൂടുന്നുണ്ട്. ഇപ്പൊ ഈ കടക്കാണെങ്കിലും നമ്മൾ പേരിട്ടേക്കുന്നത് വനജ ടീച്ചർ, അത് ഇതിനോട് ഇൻസ്പയർ ചെയ്തിട്ട്. അപ്പൊ ഒരു തയ്യക്കട, പിന്നെ രാജേഷ് ഒരു തട്ടുകട കാപ്പിക്കട തുടങ്ങിയല്ലോ പത്തനാപുരത്ത്. അപ്പൊ അത് പൊടിയൻ കൊച്ചാട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞ അത് തുടങ്ങി. അപ്പൊ ഞങ്ങളിങ്ങനെ, ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു തയ്യക്കട ഇടാനൊക്കെ പ്ലാൻ ഇട്ട്, പേരെന്തോ ഇടും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, രാജേഷ് പറഞ്ഞ കൊട്ടാരം നമുക്ക് എന്നോടൊരു പേരിട്ടത്, അതിട്ടോ ഇടാൻ പറഞ്ഞു, നല്ല പേരാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, എടി ഇന്നോല അന്ന് അങ്ങനെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് തയ്യക്കടക്കിട്ടെ, വനജ ടീച്ചറുടെ തയ്യക്കട. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ വാഹനം വണ്ടികൾ പോകുമ്പോഴേ അവിടെ നിർത്തിയിട്ട് ഈ ഫ്ലെക്സ് കാണുമ്പോൾ നല്ലൊരു സംഭവമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നേ വേറെ ഏതെങ്കിലും ഫാൻസിൻ്റെയോ ആരുടെയെങ്കിലും ആയിരിക്കും ഫസ്റ്റ് വിചാരിച്ചിരുന്നത് തയ്യക്കട. കാരണം 3 പേരുടെ ഫോട്ടോ ഒക്കെ വെച്ച് വനജ ടീച്ചറുടെ ചായക്കട. കാരണം ഞാൻ അതിൻ്റെ തൊട്ട് താഴത്തെ പള്ളിയിലാണ് കൂടി വരുന്നത്. അപ്പം നേരെ പള്ളി കഴിഞ്ഞ് നേരെ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഫ്ലെക്സ് കാണാം. അതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞ ചേട്ടൻ ഇവിടെ ആണ്. നമ്മള് സ്കിറ്റ് കാണുന്നല്ലാതെ വെറുതെ വെച്ചേക്കാണെന്നാണ് ഓർത്തേ. ഞാൻ അവിടുത്തെ ഫാൻസുകാരാണ് വെച്ചേക്കുന്ന ഒരു സാധനമാണ് വനജ ടീച്ചറിന്റെ തയ്യക്കട എന്നുള്ള രീതിയിൽ. ആരെങ്കിലും തയ്യക്കട തുടങ്ങിയപ്പോ പേരിട്ട് നമ്മളിപ്പോ ഓരോ ആൾക്കാർ പേരൊക്കെ ഇടുന്നില്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. അതിനുശേഷമാണ് മനസ്സിലായ ചേട്ടൻ ഇവിടാണ്. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു ചേട്ടൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിത് ടിവിയിലല്ല സ്കിറ്റായിട്ട് കാണുന്നത്, മൊബൈൽ യൂട്യൂബിൽ കാണുമ്പോൾ നമ്മളിപ്പോ ഓരോന്നും സ്കിറ്റ് മാത്രമേ ഉള്ളൂ, ജഡ്ജ്മെന്റിലോട്ട് നമ്മൾ പോകത്തില്ല. ടീം ഏതാ പരിപാടി എനിക്ക് ഫേസ് അല്ലാതെ നിങ്ങളുടെ പരിപാടി ഏത് വന്നാലും കാണുന്നുണ്ട്, പക്ഷെ ആരാ തോന്നി. അങ്ങനെ ഇത് പപ്പയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ചേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, പയ്യനിങ്ങനെ MSലാണ്, മക്കൾ 2 MSലാരെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനും അവിടെ പഠിച്ചു MSലായിരുന്നു പഠിച്ചത്. ഞാനും MSലാ പഠിച്ചല്ല പോയത്, പഠിച്ചില്ലല്ലോ. എന്നിട്ട് അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കുന്നത് MSലോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി, അങ്ങനെ ഉണ്ടെങ്കിൽ ചേട്ടന്റെ ആയിരിക്കും ഈ തയ്യക്കട പരിപാടി. അവിടെ കയറി തിരക്കില്ലേ? അങ്ങനെ അവിടെ കയറി തിരക്കി. അത് കഴിഞ്ഞ് ഞാനൊരു അങ്ങനെ ഇവളാണോ ഈ നാശം പറഞ്ഞേ? അങ്ങനെ ഞാൻ അവിടെ കയറി തിരക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വ്ളോഗറുടെ ഇങ്ങനെ കണ്ടായിരുന്നു. അവിടെ കടയിൽ വന്നിട്ട് ചേട്ടനുമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഒരാളുടെ പൊക്കണമല്ലോ. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ പൊക്കി കുറച്ചാൾ ഇങ്ങനെ നോക്കുമ്പോ എന്താ ചേട്ടനെ വരും, ചേട്ടൻ പോകും. പോകുന്ന ടൈമിലായിരിക്കും ഞാൻ വിളിക്കും. ഇന്ന് കറക്റ്റ് ടൈം ആയിരുന്നു ഇന്ന്. ഞാൻ എപ്പോഴും സാധാരണ ചേച്ചിനെ വിളിക്കുമ്പോൾ കറക്റ്റ് ചേട്ടൻ പോകുന്ന ടൈമില് ചേച്ചിനെ വിളിക്കും. ചേട്ടൻ പോയി. കഴിഞ്ഞ ദിവസമേ ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കടയിൽ പോയിരുന്ന
ചില വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ആ. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തു. ആ. എടുത്ത് പോസ്റ്റ് ചെയ്തു. ആ. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പം കടയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ആ. കടയുടെ പരസ്യമാണ്, എന്തെങ്കിലും വർക്കുകളുണ്ടെ ആ. കിട്ടാനായിട്ട് ചെയ്തു. പക്ഷെ സംഭവം തിരിഞ്ഞു പോയി. ആ. ഈ അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടല്ലോ ഈ ഫ്ലെക്സിൽ, ഈ വീഡിയോക്ക് എത്തി. ഇത് ഈ നമ്പറിൽ വിളിക്കുകയാണ്. ഒത്തിരി പേര് വിളിക്കും, ഡെയിലി ഒരുപാട് കോൾ വരും. വിളിക്കാൻ തയ്യലിന്റെ ആവശ്യത്തിനല്ല, ഞാൻ അവിടെ ഉണ്ടോന്ന് അറിയണം. സംഭവം ഞാൻ വരെ ചേട്ടന്റെ നമ്പർ ആദ്യം കിട്ടാനായിട്ട് ഇത് തയ്യലിന്റെ ഫ്ലെക്സ് നോക്കി. ഞാൻ തയ്യക്കടയ്ക്ക് വേണ്ടി ചെയ്തതാ. പക്ഷെ വിളിക്കുന്നവര് തയ്യലിന്റെ ആവശ്യത്തിനല്ല. ഞാൻ ആദ്യം ചേച്ചിനെ വിളിക്കുന്നത് അങ്ങനെ, ആ നമ്പർ വെച്ചിട്ട് ഞാൻ വിളിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഏതാ കൊച്ചിൻ എന്തോ പരിപാടിയില്ലേ, കൊച്ചിൻ കലാരസിക. കൊച്ചിൻ കലാരസിക, അത് നമ്മുടെ സമിതിയുടെ പേര്. അതിന്റെ ഒരു ഫ്ലെക്സ് ചേട്ടന്റെ അല്ല ഒരു പോസ്റ്റർ ചെയ്യാൻ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അതിന്റെ ടീമിനെ വിളിച്ചു നമ്പർ എടുക്കാനായിട്ട്. അതിന്റെ ടീമിനെ വിളിച്ചിട്ട് അവിടുന്ന് കിട്ടിയില്ല, അവിടുന്ന് അവരങ്ങനെ കൊടുക്കത്തില്ലെന്ന്. അങ്ങനെ ഇരുന്നിട്ടാണ് എന്റെ ചേച്ചിനെ ഇവിടെ ഫ്ലെക്സ് നോക്കി വിളിച്ച് അങ്ങനെ കിട്ടിയത്. നമ്മള് പിന്നെ ചാനലിലേക്ക് അപ്പം നല്ലതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കുറെ പ്രോഗ്രാം കിട്ടും. അവിടുന്ന് മാറി അത് കിട്ടത്തില്ല, അല്ലാത്ത ഒരാഴ്ച നമ്മൾ അറിയത്തില്ല ആർക്കും. അപ്പൊ നമ്മളൊരു ഞങ്ങൾ മൂന്നും കൂടെ കൂടി ഒരു സമിതി ഇട്ടതാ, കൊച്ചിൻ കലാരസിക. അതിനകത്ത് ഞങ്ങൾ 3 പേരുണ്ട്, മൊത്തം 10-23 ആർട്ടിസ്റ്റ് ഉണ്ട്. മൊത്തം നമ്മൾ പ്രോഗ്രാം ചെയ്തു. സീസണിലൊക്കെ കഴിഞ്ഞ സീസണിൽ 157 പ്രോഗ്രാം അടിച്ചു. ഓണത്തിന് മുമ്പ് ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അതെ. പിന്നെ പ്രോഗ്രാം ഇഷ്ടം പോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നല്ല സപ്പോർട്ടും സ്നേഹവും. ഇപ്പൊ പുറത്തോട്ടൊക്കെ ഷോസ് ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അത് നവംബർ 8-ാം തീയതി മുതൽ വെളിയിൽ നമുക്ക് കുറേ പ്രോഗ്രാം ഉണ്ട്. അത് ഷാർജ, സൗദി, ഖത്തർ, ദുബായ്, കുവൈറ്റ്, ആഫ്രിക്ക, ഉഗാണ്ട, അവിടെ വരെ ആയിട്ടുണ്ട്. ഒരു 5-8 പരിപാടി. ഇനി നമ്മൾ 23-ാം തീയതി നമുക്ക് നമ്മുടെ ജയ്പൂർ, രാജസ്ഥാൻ, ഈ 23 തീയതി പോകും. അങ്ങനെ കുറെ പ്രോഗ്രാം. ഈ ഗൾഫ് ഷോസ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് തിരിഞ്ഞു നോക്കണ്ടേ, എല്ലാം രക്ഷപ്പെടും. ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഗൾഫ് ഷോസ് ഓൺ ആയി കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇതിനു മുമ്പ് നമ്മൾ മിമിക്രി ഒക്കെ ചെയ്തൊരു ചേട്ടനുണ്ട്, അശ്വത് കുമാർ. അശ്വത് കുമാറിനെ അറിയാം. ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറേ ഇങ്ങനെ സ്റ്റേജ് ഷോസ് ഒക്കെ കളിച്ച് നാട്ടിൽ തന്നെ കുറെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ടൈമില് ഇതൊക്കെ ഇതോണായി പുറത്തോട്ടുള്ള. പിന്നെ നമ്മള് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പിന്നെ സിനിമയിലോട്ടും 1-2 ചാൻസുകളൊക്കെ കിട്ടി തുടങ്ങി. 1-2 ചാൻസ് കിട്ടി. ഇപ്പൊ നമ്മളൊരു പടത്തിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അതിന്റെ വർക്കുകളെല്ലാം നടക്കുക. ഒക്ടോബർ തന്നെ ഇറങ്ങും. അത് ഇന്നസെന്റ് എന്നാണ് പടത്തിന്റെ പേര്. അൽതാഫ് സലീമ അദ്ദേഹമാണ് അതിന്റെ നായകൻ. നായിക അനാർക്കലി, കിളിപ്പോള്, അവരൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കൊരു ചെറിയൊരു വേഷം കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ സംഗതിയെല്ലാം കഴിച്ചിരിക്കും. മിക്കവാറും ഈ മാസം കാണും. റിലീസ് ഉണ്ടാകും. വേറെ ഒരു പടം, ഞങ്ങൾ 3 പേര് കൂടെ ഉള്ളൊരു പടം, അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പടത്തിന്റെ പേരൊന്നും വെളിവിടാറായില്ല. ഷൂട്ട് നടക്കാതെ കംപ്ലീറ്റ് ഏകദേശം ആയിട്ടൊക്കെ അത് നടന്നു. അത് പാലക്കാടാണ്. ഏതൊരു കലാകാരന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മള് എന്തായാലും ഫൈനലി ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയുന്നൊരു മേഖലയിലോട്ടായിരിക്കുമല്ലോ. അപ്പൊ അന്ന് നമ്മളിപ്പം നേരത്തെ ഓഡീഷൻസും പരിപാടിയൊക്കെ ഇങ്ങനെ സിനിമയ്ക്കായിട്ടൊക്കെ പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഞാൻ പോയിട്ടേ ഇല്ല. നമ്മളെന്ന് പറയുന്നൊരു മോഹം ഉണ്ടായിരുന്നു? ഇല്ല. സിനിമ അങ്ങനെ സിനിമ കയറണം, അങ്ങനെ സിനിമ നടനാകണം. എൻ്റെ ഒരേ ആഗ്രഹം എന്നെ ഒരു 10 പേര് അറിയാം, നമുക്ക് കുറച്ച് ഫെയിം വരണം, അത്രേ ഉള്ളായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ ആഗ്രഹം. അല്ലാതെ ചാടിക്കാൻ നമുക്കൊരു സിനിമയിലൊന്നും അഭിനയിച്ചോളാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ജീവിതത്തിൽ തോന്നിയിട്ടില്ല എനിക്ക്. അത് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഏതൊരു കലാകാരന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവസാനം അവരുടെ എല്ലാ സ്ട്രഗിളിനും ശേഷം സിനിമയിലോട്ടാ എന്ന് പറഞ്ഞ് കിട്ടിയാൽ വിടത്തുമില്ല. അത് വേറെ സത്യം. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നേ, അപ്പൊ അന്ന് നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ ഇപ്പം ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും ആഗ്രഹിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ അത് നമ്മുടെ പുറകെ വരുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. അത് ഒരുപാട് സന്തോഷമാണ്. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയേ ഇരിക്കില്ല, ഒരു കരുതലേ ഇല്ല. നമ്മൾ ഇത്ര അല്ലെ വലിയതല്ല, അങ്ങനെ ഏകദേശം 10 പേര് അറിയുന്ന ഒരാളാകുമെന്നോ അല്ലെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് മാത്രമാണ്. അതെ, പ്രേക്ഷകർ എപ്പോഴും കൂടെ ഉണ്ട്. ഈ ഫാമിലിക്ക് വേണ്ടി എല്ലാ നന്ദികളും കിട്ടും. അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ 5 മക്കളാണ് കേട്ടോ ഇവിടെ. ഞാൻ 4-മത്തെ.
എൻ്റെ മൂത്ത 2 ചേട്ടന്മാരുണ്ട്. അവരുടെ പേര് മോഹൻദാസ്, ദേവദാസാണ് മൂത്തത്. പിന്നെ 2 പെങ്ങന്മാർ, ഒരാളെൻ്റെ ഇളയതും ഒരാളെൻ്റെ മൂത്തതും. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ടിപ്പം എത്രയായി? 6 വർഷമായി. അമ്മ മരിച്ചിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ് അച്ഛനും അമ്മയും കേട്ടോ. അപ്പം പിന്നെ എൻ്റെ ഫാമിലി, എനിക്ക് 2 മക്കൾ, വൈഫ്. അപ്പോൾ എല്ലാവരും വേറെ വേറെ താമസമൊക്കെ ആയി. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം ചേട്ടൻ ഈ മ്യൂസിക് ഫീൽഡാണ്, ചേട്ടന്മാർ 2 പേരും. പിന്നെ അല്ലാതെ പെയിൻറ്റിങ് വർക്കുകളാണ്. അപ്പോൾ അതിൽ നിന്ന് അവരാണ് എന്നെ ഈ കുറച്ച് ചെറുപ്പം മുതലേ ഈ പ്രോഗ്രാമൊക്കെ കൊണ്ട് നടന്ന്, അത് കോമഡി ഇതൊന്നുമല്ല, മ്യൂസിക് അതുമായിട്ട് കൊണ്ട് നടന്ന് പഠിപ്പിച്ച് ഈ ഒരു ഫീൽഡിലോട്ട് ഇറക്കിയത്. ചേട്ടനാണ് ഇതിലേക്കൊരു കാൽവെപ്പിന് കാരണം. ചേട്ടന്മാർ 2 പേരും കൂടാണ്. അങ്ങനെ പിന്നെ ഇപ്പം ഈ ഫീൽഡിൽ വന്നപ്പോൾ അവർക്കാണ്, ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും. നമ്മുടെ ചേട്ടൻ വേറെ കുറേ ജോലികളൊക്കെ ചെയ്ത് കുറേ കഷ്ടപ്പെട്ട്. അയ്യോ, ഞാൻ ചെയ്യാത്ത ജോലികളില്ല. മെക്കാട് പണിക്ക് പോയിട്ടുണ്ട്, പിന്നെ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയിട്ടുണ്ട്, പിന്നെ വെൽഡിങ് പണി, പിന്നെ ചുമട്, എല്ലാം, തയ്യൽ, എല്ലാത്തിനും പോയിട്ടുണ്ട്. പിന്നെ തട്ടടി കമ്പിപ്പണി അതിന് പോയിട്ടുണ്ട്. പിന്നെ മേസ്ത്രിമാരുടെ കൂടെ സ്ഥിരം പോകുമായിരുന്നു. പിന്നെ നമ്മൾ പെയിൻറ്റിങ് പോയി പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ അകത്തുനിന്ന് എന്തോ ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിസൈൻ വർക്കുകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്താ, ടെക്സ്ചർ വർക്കുകളൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്ത. ഇതുപോലെ തേക്ക് ഈട്ടി അതിൻ്റെ ഗ്രെയിൻസുകൾ വരയ്ക്കുക, അങ്ങനെ ആ വർക്കായിരുന്നു. ലാസ്റ്റ് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ ഇതിനകത്തോട്ട് ഇറങ്ങുന്നത്. എല്ലാ വർക്കും ചെയ്ത്, എല്ലാ പണിക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ നേരത്തെ തൊട്ടേ തയ്യൽ ചെയ്യുമായിരുന്നു? നേരത്തെ തൊട്ടാ തയ്യില്ല. വേറെ കട വല്ലതും ഉണ്ടായിരുന്നു അതോ ഇപ്പോഴാണ്? പല കടകളിലും പോയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒത്തിരി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഇതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമായിട്ട് എനിക്ക് ഒരു കട വേണം ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് സാധിച്ചു. മകനാണെങ്കിൽ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യും? പാട്ടോ? ചേട്ടൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, മ്യൂസിക് സ്കൂളിൽ പഠിക്കുന്നു. മൃഗം പഠിച്ചോണ്ടിരിക്കുക ഇപ്പോൾ. ആ ചേട്ടൻ്റെ മകൻ ശ്രീകുമാറാണ് പഠിപ്പിക്കുന്നത്. അപ്പം മൃഗം പഠിച്ചോണ്ടിരിക്കുക ഇപ്പോൾ. പിന്നെ അത്യാവശ്യം പുള്ളി വരയ്ക്കും. പിന്നെ നമ്മുടെ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു പരിപാടിയുണ്ട്. സ്പോർട്ടും ക്ലേയൊക്കെ വെച്ച് ഓരോ അതുപോലത്തെ അതൊക്കെ ചെയ്യും. പിന്നെ മോള് ഡാൻസും പാട്ടും ഒക്കെ ഒരു ശകലമുണ്ട്. ഡാൻസ് കളിക്കും, പക്ഷെ ഞങ്ങൾ കാണാതന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാം മാറും. റീൽസ് ചെയ്യും. റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് അതിനെപ്പറ്റി അത് വലിയ പിടിയില്ല. അപ്പൊ പിള്ളേരാണോ അത് സെറ്റ് ചെയ്ത് തന്നെ. ഇപ്പൊ എന്തെങ്കിലും മൃദംഗോ എല്ലാം ഇവിടെ ഉണ്ടോ? നമുക്ക് അപ്പൊ നമുക്ക് മൃദംഗം കഴിഞ്ഞിടെ നമ്മൾ അതിന്റെ കുറ്റിയൊക്കെ വാങ്ങിച്ചു പിന്നെ ശരിയാക്കി കൊണ്ട് കൊടുത്തിരിക്കുക. ചേട്ടൻ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ പരിപാടിയായിട്ട് എന്തെങ്കിലും? മ്യൂസിക്കൽ പരിപാടി അത് ഇപ്പം ഇവിടെ നമ്മുടെ കസ്റ്റഡി ഒന്നുമില്ല. ഇപ്പം ഇല്ല, നമുക്ക് വേറെ ദിവസം അത് ചെയ്യാം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു പാട്ടാണെങ്കിലും എന്തെങ്കിലും? അയ്യോ, പാട്ടോ? പെട്ടെന്ന് പറഞ്ഞാലേ ഞങ്ങൾ 3 കൂടെ പാടിയാ മതിയോ? ഏറ്റവും സന്തോഷം. ഇവരറിഞ്ഞില്ല ഞാൻ അങ്ങനെ പറയുമെന്ന്. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നാറുപൂ വിതളിൽ മധുരം പകരാൻ, ചെറുപ്പൂം കാറ്റായി മെല്ലെ താരാട്ടാൻ, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, കരളിൽ വിളങ്ങി നിൽപ്പൂ
ഒരു സൂര്യകാരുണ്യം സായാഹ്നമായി താലോലമായി ഈ സ്നേഹസന്ധ്യതൻ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ മുത്തുമണിത്തൂവൽ തരാം അള്ളിത്തളിരാട തരാം മുത്തുമണിത്തൂവൽ തരാം അള്ളിത്തളിരാട തരാം. വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ഈ പാടിയൻ്റെ ബാക്കി പറയാമേ. ആ. ഓണല്ലേ, നമ്മൾ പാട്ടുകാരനല്ല. ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്ന പറഞ്ഞാലും പാട്ടിനോട് നമുക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് മൊത്തം ഔട്ടാണ്, പിച്ച് ഔട്ടും കേൾക്കാൻ, പിന്നെ ടോണ് പാടാനുള്ള കേൾക്കാനുള്ള ഒരു സുഖമുള്ള ടോണാണ്. എന്തായാലും അത് നികത്താണ് ഈ ശ്രുതി ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ എവിടെയെങ്കിലും പ്രോഗ്രാം, ഞങ്ങൾ 3 അല്ല, ഞങ്ങൾ 3 കൂടെ പോകുമ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സുജിത്തിനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിടുക. പുള്ളി ഏത് സമയം ഓക്കെ, പാട്ട് ഏത് പാട്ട് പറഞ്ഞാലും ഓക്കെ ആണ്. പിന്നെ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാൻ ഇടയ്ക്ക് കയറാറുള്ളൂ. പാട്ട് നമ്മളങ്ങനെ പാടാറില്ല. അപ്പം ഈ പാടിയില്ല ഒരുപാട് ഇത് ഉണ്ടായിട്ടുണ്ട്, പിച്ചൗട്ടും കാര്യങ്ങളും താളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും കണക്കിലെടുക്കില്ല.